welcome back to Bosco Campus Vision. Today we are discussing the subject Labour Law and Industrial Relation of S5 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the topic procedures for disciplinary action. Last session we discussed the principles for disciplinary action, and so here we are discussing the procedure for disciplinary action. There are various procedures regarding the disciplinary action. So the first procedure is preliminary investigation. That is, the procedure for taking disciplinary action involves the following steps. The first is preliminary investigation. So, first of all, a preliminary inquiry should be held to find out whether a prima facie case of misconduct exists. ഇല്ല, അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. അപ്പം നമുക്ക് തന്നെ അറിയാം, എന്ത് ഇഷ്യൂ നടന്നാലും ആദ്യം ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണം നമ്മൾ നടത്താറുണ്ട്. ശരിക്കും എന്തായിരുന്നു അവിടുത്തെ പ്രോബ്ലം, അല്ലെങ്കിൽ അവിടെ ആ വഴക്കം സംഭവിച്ചോ, അല്ലെങ്കിൽ ഒരു എംപ്ലോയി വിക്ടിം ആയിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയി ശരിക്കും അതിനകത്ത് പാർട്ടി ആണോ, അല്ലെങ്കിൽ അതോ വേറെ ആരെങ്കിലും ആണോ. അപ്പോൾ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷനാണ് ഏതൊരു ഡിസിപ്ലിനറി ആക്ഷൻ്റെയും ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. And the second is issue of charge sheet. That is, once a prima facie case of misconduct is established, the management should proceed to issue a charge sheet to the employee. Or a charge sheet is merely a notice of the charge and provide the employee an opportunity to explain his conduct. Therefore, charge sheet is generally known as a shocker's notice. Or in the charge sheet, each charge should be clearly specified. So, there should be a separate charge for each allegations, and charge should not relate to any matter which has already been decided upon. So, a charge sheet, ഇല്ലേ, ഒരു എക്സാമിൻ്റെ ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ചാർജ് ഷീറ്റ്, അല്ലെങ്കിൽ അതിന് ഷോക്കേഴ്സ് നോട്ടീസ് എന്ന് പറയാം. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺസ് എ prima facie കേസ് ഓഫ് മിസ്കോണ്ടാക്ട് ഇസ് എസ്റ്റാബ്ലിഷ്, അതായത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ ഒരു എംപ്ലോയി വിക്റ്റിമാണ്, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ദ മാനേജ്മെൻറ്റ് ഷുഡ് പ്രൊസീഡ് ടു ഇഷ്യൂ എ ചാർജ് ഷീറ്റ് ടു ദ അപ്പോൾ എംപ്ലോയിക്ക് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? ചാർജ് ഷീറ്റ്, അല്ലെങ്കിൽ ഈ വ്യക്തി കുറ്റക്കാരനാണെന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനെതിരെ എന്തെല്ലാം നടപടികളുണ്ട് എന്നൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു മെമ്മോ ഇഷ്യൂ ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മിയർലി എ നോട്ടീസ് ഓഫ് ദി ചാർജ്, അല്ലേ. അപ്പം ശരിക്കും ആ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസാണ്, അല്ലേ. എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇനി നീ എന്ത് ചെയ്യണം, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നൊക്കെ അതിലുണ്ടായിരിക്കും. ആൻഡ് പ്രൊവൈഡ് ദി എംപ്ലോയി ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലെയിൻ ഹിസ് കോണ്ടാക്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാർജ് ഷീറ്റ് കിട്ടിയാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എംപ്ലോയിക്ക് മാനേജ്മെൻറ്റിനോട് തൻ്റെ ഭാഗം സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനാണോ ഇല്ലയോ, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താം. സോ therefore ചാർജ് ഷീറ്റ് ഇസ് ജനറലി, അതുകൊണ്ട് തന്നെ ഒരു ചാർജ് ഷീറ്റിനെ നമുക്ക് പറയാം ഷോക്കേഴ്സ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു എംപ്ലോയി എന്ത് ചെയ്യണം? തൻ്റെ കാര്യം വ്യക്തമാക്കണം, താൻ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് മാനേജ്മെൻറ്റിനോട് വ്യക്തമാക്കിയിരിക്കണം. സോ ഇൻ ദ ചാർജ് ഷീറ്റ് each charge should be clearly specified. There should be a separate charge for each allegations, and charge should not relate to any matter which has already been decided upon. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് ഷീറ്റിൽ നിനക്കെതിരെയുള്ള കുറ്റങ്ങൾ എന്താണ്, അതിന് നീ എന്ത് പണിഷ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ സെപ്പറേറ്റ് കാണിച്ചിരിക്കും. പിന്നെ പറയുന്നത് എന്താണ്? ഓരോ അലിഗേഷൻസിനും ഓരോ രീതിയിലുള്ള പണിഷ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അതിന് നീ എന്ത് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം കാണിച്ചത്. ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമല്ല നമ്മൾ ചാർജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒരേ ഇൻഡസ്ട്രി തന്നെ ഇപ്പം നിലനിൽക്കുന്ന പല ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഓരോ ഇഷ്യൂസ് അല്ലെങ്കിൽ ഓരോ അലിഗേഷൻസിനും ഓരോ രീതിയിലുള്ള ചാർജ് ഷീറ്റ് ആയിരിക്കാം എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ല അവരെന്ത് ചെയ്യുന്നത്? ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ആൻഡ് ദ തേർഡ് ഇസ് സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറി. So in case the charge is grave, a suspension order may be given to the employee along with the charge sheet. അപ്പം ഈ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു എൻക്വയറി തുടങ്ങിയ സ്ഥിതിക്ക് താൽക്കാലികമായി എന്താണ്? അദ്ദേഹത്തിന് ഇൻഡസ്ട്രി സസ്പെൻഡ് ചെയ്യുക. അതായത് ഒരു എൻക്വയറി കഴിയുന്നിടം വരെ ആ എംപ്ലോയി എന്ത് ചെയ്യണം? മാറി നിൽക്കണം.
So according to the Industrial Employment Act അല്ലെങ്കിൽ Industrial Standing Order Act 1946, the suspended worker is to be paid a subsistence allowance equal to 1/2 of his wages for the first 90 days of suspension and 3/4 of the wages for the remaining period of suspension if the delay in the completion of disciplinary proceedings are not due to the workers' conduct. അപ്പോൾ ഈ സസ്പെൻഷനിലായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കിട്ടേണ്ട സാലറി അല്ലെങ്കിൽ വേജസ് എങ്ങനെ ആയിരിക്കണം അല്ലേ, ഒരു ഈക്വൽ ടു 1/2 ഓഫ് ഹിസ് വേജസ്. അപ്പോൾ ആദ്യത്തെ 90 ദിവസം അദ്ദേഹത്തിന് കിട്ടുന്നത് എങ്ങനെയാണ്, തൻ്റെ വേജസിൻ്റെ 1/2 മാത്രമാണ് സബ്സിക്വൻ്റ് അലവൻസ് ആയിട്ട് ആ വ്യക്തിക്ക്. കാരണം എന്താണ്, ആ വ്യക്തി ഇൻഡസ്ട്രിയിൽ പ്രവേശിക്കുന്നില്ല, കാരണം എൻക്വയറി കഴിയുന്നിടം വരെ എംപ്ലോയർ മാറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് വേജസ് ഫുള്ള് കൊടുക്കാതെ അതിൻ്റെ 1/2 കൊടുക്കുന്നത്. ആൻഡ് ദ റിമൈനിങ് പീരീഡ് ഓഫ് സസ്പെൻഷൻ ഇഫ് ദ ഡിലേ ഇൻ കംപ്ലീറ്റ്, ബാക്കി അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഒരു ഡിലേ വന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നിലനിൽക്കുന്നു എങ്കിൽ, അത് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേജസ് എന്ത് ചെയ്യും, ഒരു 3/4 റിമൈൻ ചെയ്യുന്ന 3/4 പിന്നെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കും. ക്ലിയർ വിത്ത് ദി പോയിൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇസ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, സെക്കൻഡ് ഇസ് ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ്, തേർഡ് ഇസ് സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറി, and the fourth is notice of inquiry. So in case the worker admit the charge in his reply to the charge sheet without any qualification, the employer can go ahead in awarding the punishment without further inquiry. So if the worker does not admit the charge and the charge merits major penalty, so the employer must hold inquiry to investigate into the charge. So a proper and sufficient advance notice should be given to the worker indicating the date, time and venue of the inquiry so that the worker may prepare his case. So here says that the notice of inquiry, അതായത് അന്വേഷണത്തിന് എന്താണ് മുന്നേ ഒരു നോട്ടീസ് കൊടുക്കണം. ദാറ്റ് ഈസ് ഇൻ കേസ് ദ വർക്കർ അഡ്മിറ്റ് ദ ചാർജ് ഇല്ലേ, അപ്പം അദ്ദേഹം കുറ്റക്കാരനാണ് സമ്മതിക്കുകയാണെങ്കിൽ ഇൻ ഹിസ് റിപ്ലൈ ടു ദി ചാർജ്, അപ്പോൾ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം ആ ചാർജ് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി പറയുകയാണ് ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എംപ്ലോയർ ക്യാൻ ഗോ ഹെഡ് ഇൻ അവോർഡിങ് ദ പണിഷ്മെൻറ്റ്. അപ്പോൾ എംപ്ലോയർക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡിങ്സ് നിർത്തി നേരിട്ട് എന്ത് ചെയ്യാം, ഒരു പണിഷ്മെൻറ്റ്, നമ്മൾ മൈനർ മേജർ പെനാൽറ്റീസ് അല്ലെ പണിഷ്മെൻറ്റ്സ് പറഞ്ഞു, അതിലേത് പണിഷ്മെൻ്റ് ആണോ ഫ്രീക്വൻസി അനുസരിച്ച് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. ബട്ട് ഇഫ് ദ വർക്കർ ഡസ് നോട്ട് അഡ്മിറ്റ്, ഇനി ആ വ്യക്തി ഇത് പറയുന്നു ഞാൻ തെറ്റുകാരനല്ല എന്ന് പറയുകയാണെങ്കിൽ ദ ചാർജ് മെറിറ്റ്സ് മേജർ പെനാൽറ്റി ആൻഡ് ദ എംപ്ലോയർ മസ്റ്റ് ഹോൾഡ് എൻക്വയറി ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ദി. അങ്ങനെയാണെങ്കിൽ അത് എന്താണ് തെളിയിക്കുന്നിടം വരെ അല്ലെങ്കിൽ ആ തൽക്കാലം അത് ഹോൾഡ് ചെയ്തതിന് ശേഷം അവർ കൂടുതൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി തയ്യാറാകുക. സോ ഇൻ ദാറ്റ് കേസ് ദ പ്രോപ്പർ ആൻഡ് സഫിഷ്യൻറ്റ് അഡ്വാൻസ് നോട്ടീസ് ഷുഡ് ബി ഗിവൺ ടു ദി വർക്ക്. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യണം, കൂടുതൽ എൻക്വയറി ഉണ്ടെങ്കിൽ ഒരു മുൻകൂട്ടി ഒരു നോട്ടീസ്, അതിനകത്ത് എന്തൊക്കെയാണ് ഡേറ്റ്, ടൈം, വെന്യൂ ഇല്ലേ, ഒരു വർക്കർ തൻ്റെ കേസിന് വേണ്ടി പ്രിപ്പയർ ആവാനും ഈ അന്വേഷണം കൂടുതൽ ഊർജ്ജമാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയൊരു നോട്ടീസ് ആ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്തിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോട്ടീസ് ഓഫ് എൻക്വയറി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഇസ് കോണ്ടാക്ട് ഓഫ് എൻക്വയറി. സോ ഹിയർ ദ എൻക്വയറി ഷുഡ് ബി കണ്ടക്റ്റഡ് ബൈ ആൻ impartial and responsible officer, and he should proceed in a proper manner and examine witnesses. So fair opportunity should be given to the worker to cross examine the management witnesses. ഇവിടെ പറയുന്നത് എന്താണ്, കണ്ടക്ട് ഓഫ് എൻക്വയറി. അപ്പോൾ ഒരു എൻക്വയറിയുടെ സമയത്ത് ഒരു എൻക്വയറി ഓഫീസർ എങ്ങനെ ആയിരിക്കണം, ഒരു തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഇംപാർഷ്യൽ ആയിരിക്കണം, അതായത് ഫേവറിറ്റിസം പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ആയിരിക്കണം, ഒരു റെസ്പോൺസിബിൾ ഓഫീസർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഹി ഷുഡ് പ്രൊസീഡ് ഇൻ എ പ്രോപ്പർ മാനർ ആൻഡ് ഹി ക്യാൻ എക്സാമിൻ ദ വിറ്റ്നസ്സസ്. നല്ല രീതിയിൽ ആ പ്രൊസീജിയർ അനുസരിച്ച് ഈ കൊണ്ടുപോകുകയും വിറ്റ്നസ്സിനെ നല്ല ക്രോസ് എക്സാമിൻ, അതായത് എംപ്ലോയി ആണ് തെറ്റുകാരനാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, അപ്പോൾ ആ പാർട്ടീസ് ആരൊക്കെയാണോ, വിറ്റ്നസ് ആരൊക്കെയാണോ, ആ വിറ്റ്നസ്സിനെ നല്ല പോലെ എന്ത് ചെയ്യണം, ക്രോസ് എക്സാമിൻ ചെയ്തിരിക്കണം. And a fair opportunity should be given to the worker to cross-examine management witness. അങ്ങനെയാണെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വിറ്റ്നസ്സിനെ അവർ കൊണ്ടുവന്നാൽ വർക്കർക്ക് എന്ത് ചെയ്യാം,
അത് ക്രോസ് എക്സാമിൻ ചെയ്യാം. അല്ലെങ്കിൽ താൻ തെറ്റുകാരനല്ല എന്ന് ബോധ്യമുള്ളൊരു എംപ്ലോയി ആണെങ്കിൽ മാനേജ്മെൻറ്റ് കൊണ്ടുവന്ന വിറ്റ്നസ്സിനെ എന്ത് ചെയ്യാം, കൂടുതൽ ചോദ്യോത്തരങ്ങൾ അല്ലെങ്കിൽ അയാൾക്ക് സംശയങ്ങൾ തീരുന്നതിന് വരെ ആ വ്യക്തിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സോ ദ ഫസ്റ്റ് ഇസ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, issue of charge sheet, suspension of pending enquiry, notice of enquiry, and the fifth is conduct of enquiry. And the sixth is recording the findings. So in this, on the conclusion of an enquiry, the enquiry officer should record his findings and the reason thereof. So as far as possible, he should refrain from recommending punishment and leave it to the decision of the appropriate authority. So the recording of findings. So in the conclusion of the enquiry officer should be record his findings and reasons. ഇല്ലേ, അപ്പം ഈ ഒരു എൻക്വയറി സെക്ഷൻ ഇല്ലേ, എൻക്വയറി നടക്കുന്ന സമയത്ത് എൻക്വയറി ഓഫീസർ എന്ത് ചെയ്യണം, ഈ പാർട്ടീസ് പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ, ഫൈൻഡിങ്സ് എന്തൊക്കെയാണോ അതും അതിൻ്റെ റീസൺസ്, എന്തുകൊണ്ട് ഇന്ന സംഭവിച്ചു, അദ്ദേഹം കണ്ടെത്തിയ കാരണങ്ങൾ, ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം അതിനകത്ത് രേഖപ്പെടുത്തണം. സോ ആസ് ഫാർ ആസ് പോസിബിൾ ഹി ഷുഡ് റിഫൈൻ ഫ്രം റെക്കമെൻഡിങ് പണിഷ്മെൻറ്റ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഈ തെറ്റിൻ്റെ കാഠിന്യം, ഫ്രീക്വൻസി മനസ്സിലാക്കി അദ്ദേഹത്തിന് കൊടുക്കേണ്ട പണിഷ്മെൻറ്റ്സും കൂടെ എന്ത് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം. ആൻഡ് ലീവ് ഇറ്റ് ടു ദി അപ്രോപ്രിയേറ്റ് അതോറിറ്റി. അപ്പോൾ റെക്കമെൻഡേഷൻ പറയാം, അല്ലാതെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവകാശം ഒരു തേർഡ് പാർട്ടി എൻക്വയറി ഓഫീസർ ഇല്ല. പകരം റെക്കമെൻഡേഷൻസ് എഴുതി അത് ആരെ അറിയിക്കും, അത് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ടോപ്പ് അതോറിറ്റി ഏൽപ്പിക്കുക. പിന്നെ അവരുടെ ഡിസിഷനാണ് ഇത് തീരുമാനിക്കുന്നത്, ഈ റെക്കമെൻഡേഷൻ വേണോ വേണ്ടേ, അതോ ഇനി അതോറിറ്റി തീരുമാനിക്കുന്ന വേറെ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണോ എന്നുള്ളത്. That is recording the findings. And the seventh is awarding punishment. Here the management should decide the punishment on the basis of findings of the enquiry, past record of the worker, and the gravity of the misconduct. And here warning, fine, withholding increment, demotion, suspension, and termination are various types of punishment that may be used. That we already discussed the major and minor punishments. So the awarding punishment means that the management should decide the punishment on the basis of findings of enquiry. അപ്പം റെക്കോർഡിങ്സ് ഇല്ലേ, ഫൈൻഡിങ്സ് റെക്കോർഡ് ചെയ്യാറെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം മാനേജ്മെൻറ്റ് ഈ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം എൻക്വയറി ഓഫീസർ എഴുതിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പണിഷ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ എന്താണ്, ആ വർക്കറിന് അല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ പാസ്റ്റ് റെക്കോർഡ് നോക്കുക. ആ വ്യക്തി ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നക്കാരനാണോ. അപ്പോൾ പാസ്റ്റ് റെക്കോർഡ് നോക്കിയിട്ട് അദ്ദേഹത്തിനെ പറ്റിയൊരു നമുക്കെന്താണ് അറിയാൻ പറ്റും കുറച്ചൊക്കെ. പിന്നെ ഇത് ഗ്രാവിറ്റി ഓഫ് മിസ്കണ്ടക്ട്, ഇനി അദ്ദേഹത്തിൻ്റെ തെറ്റിന് എത്രത്തോളം ഫ്രീക്വൻസി ഉണ്ട്, അതൊരു മേജറാണോ അല്ലെങ്കിൽ മൈനർ മിസ്കോണ്ടക്റ്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പണിഷ്മെൻറ്റ് അവാർഡ് ചെയ്യണം. അപ്പോൾ പണിഷ്മെൻറ്റ് മൈനർ പണിഷ്മെൻറ്റ് ആവാം, മേജർ പണിഷ്മെൻറ്റ്സ് ആവാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒന്ന് വാണിംഗ് ആവാം, ചിലപ്പോൾ ഫൈൻ ആകാം, അല്ലെങ്കിൽ വിത്ത് ഹോൾഡിങ് ഇൻക്രിമെൻറ്റ്സ്, അല്ലെങ്കിൽ ഡീമോഷൻ, സസ്പെൻഷൻ, അല്ലെങ്കിൽ ടെർമിനേഷൻ. അപ്പോൾ അതുപോലുള്ള മൈനർ മേജർ പണിഷ്മെൻറ്റ്സിൽ ഏത് വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ തെറ്റിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് എംപ്ലോയർക്ക് അല്ലെങ്കിൽ അതോറിറ്റിക്ക് കൊടുക്കാം. And the eighth is communicating punishment. The punishment awarded to the worker should be communicated to him quickly. ഇനി പണിഷ്മെൻറ്റ് ഇല്ലേ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എംപ്ലോയിയെ അറിയിക്കുക. And the letter of communication should contain the reference to the charge sheet, the enquiry, and the findings. The date from which the punishment is to be effective should be mentioned. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദ ലെറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് കണ്ടെയ്ൻ. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു, അപ്പോൾ അതിൻ്റെ റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് കാണിച്ചിരിക്കണം. ഇന്ന റെഫറൻസ് അല്ലെങ്കിൽ ഇന്ന ചാർജ് ഷീറ്റ് പ്രകാരം അല്ലെങ്കിൽ ഇന്ന സമയത്ത് നടന്ന എൻക്വയറി, ആ എൻക്വയറി ഓഫീസറിൻ്റെ കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ് എന്തായിരുന്നു, അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സമ്മപ്പ് ആ നോട്ടീസിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേറ്റിംഗ് പണിഷ്മെൻറ്റ്സിന് പറയുന്ന മെമ്മോയ്ക്കകത്ത് ലെറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് ഉണ്ടായിരിക്കണം. അതിനുശേഷം പണിഷ്മെൻറ്റ് പറയുക. ഈ പണിഷ്മെൻറ്റ് എന്ന് മുതൽ എന്ന് വരെ എന്നുള്ള രീതിയിലുള്ള മെൻഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ഫോളോ അപ്പ്.
So after taking the disciplinary action, it is necessary to see whether the action had the desired effect on the employee. ഈ ഒരു ഫോളോ അപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഡിസിപ്ലിനറി ആക്ഷൻ, ഒരു പണിഷ്മെൻറ്റ് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പണിഷ്മെൻറ്റ് കൊണ്ട് ആ എംപ്ലോയിക്ക് വന്ന മാറ്റം എന്ത്, അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെ പിന്നെ പെരുമാറുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് വന്ന വ്യത്യാസങ്ങൾ എന്താണ്, അദ്ദേഹം വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയാണോ, അപ്പോൾ എന്താണ്, അപ്പോൾ ആ ഒരു ഫോളോ അപ്പിലൂടെ വേണം എന്താണ് അല്ലെങ്കിൽ ആ കൊടുത്ത പണിഷ്മെൻറ്റ് കൂടിപ്പോയോ കുറഞ്ഞു പോയോ, അല്ലെങ്കിൽ ആ പണിഷ്മെൻറ്റ് കൊണ്ടുള്ള റിസൾട്ട് എന്താണ്, അത് ആ ഫോളോ അപ്പിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ ദീസ് ആർ ദ വേരിയസ് പ്രൊസീജിയർ ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ. That is, we discuss the 9 points regarding the procedure for disciplinary action. That is, first is the preliminary investigation. Second is issue of charge sheet to the employee from the employer. And third is suspension pending enquiry. The fourth is notice of enquiry. Fifth is conduct of enquiry. And the sixth is recording the findings. 7. Awarding punishment. 8. Communicating punishment. And the 9th is follow-up action. Clear with the points? So this is the end of today's session. Prepare well, learn well. Thank you.